السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، ومن تبعهم بإحسان إلى يوم الدين. أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അൽ-ഉസൂലു സലാസ എന്ന നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ റിസാലയുടെ അവസാനത്തെ അടിസ്ഥാനമായി മൂന്നാമത്തെ അസ്ലായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയൽ, മഅരിഫത്തു നബിയിക്കും മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഭാഗത്തെ വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരും അവിടുത്തെ കുടുംബവും അവിടുത്തെ പരമ്പരയും വിശദീകരിക്കുകയുണ്ടായി. അതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു വച്ചത്. ശേഷം ഷേഖ് ഈ ഗ്രന്ഥത്തിൽ തുടരുന്നു. വലഹു മിനൽ ഉമുരി 63 സന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണപ്പെടുമ്പോഴുള്ള അവിടുത്തെ പ്രായം 63 വയസ്സായിരുന്നു. 63 സന. മിൻഹ 40 ഖബ്ല അൻ-നബുവ. അതിൽ 40 വർഷക്കാലം അവിടുന്ന് നുബുവത്തിന് മുമ്പ് ജീവിച്ചു. വ23 നബിയ്യൻ വറസൂല. 23 വർഷക്കാലം അവിടുന്ന് നബിയായും റസൂലായും ജീവിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജനിച്ചത് അവിടുത്തെ ജനനവും മരണവുമായി ബന്ധപ്പെട്ട ചരിത്ര രേഖകൾ പരിശോധിക്കുമ്പോൾ ആ വിഷയത്തിൽ ചരിത്രകാരന്മാരും അതുപോലെ തന്നെ ഈ വിഷയം ഉദ്ധരിച്ചവരും ഏകോപിച്ച ചില കാര്യങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസത്തിലായ ചില കാര്യങ്ങളുമുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജനിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് സ്ഥിരപ്പെട്ട കാര്യങ്ങളിലൊന്ന്, അവിടുന്ന് ജനിച്ചത് ആമുൽ ഫീലാണ്. ആമുൽ ഫീൽ എന്ന് പറഞ്ഞാൽ ജാഹിലിയത്തിൽ ഖുറൈശികൾക്കെതിരെ കഅബ പൊളിക്കാൻ വേണ്ടി ആനസൈന്യവുമായി പുറപ്പെട്ട അബ്രഹത്ത്, അയാളുടെ പുറപ്പാടുണ്ടായ ആനക്കലഹ വർഷമെന്ന് ചരിത്രം വിളിച്ച ആ വർഷം, ആ ആമുൽ ഫീലിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്ന വിഷയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അത് ഏകദേശം നമ്മളെ ക്രിസ്താബ്ദം AD 570 അല്ലെങ്കിൽ 571, AD 570-71 ആയി ആമുൽ ഫീലിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഇത്തിഫാഖുണ്ട് ചരിത്രരേഖകളിൽ. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണെന്നുള്ള വിഷയത്തിലും ഇത്തിഫാഖുണ്ട്. എന്നാൽ ചില ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലാണ് ജനിച്ചത് എന്ന അഭിപ്രായമുണ്ടെങ്കിലും ശരി, റബീഉൽ അവ്വലിലാണെന്നാണ് ഈ വിഷയം സംസാരിച്ച ഭൂരിഭാഗം ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളത്. മൂന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് തിങ്കളാഴ്ച ദിവസമാണെന്നുള്ള വിഷയത്തിലും
ഏകോപനമുണ്ട്. അത് ഹദീസിൽ നിന്ന് വന്നിട്ടുള്ള നസ്സാണ്. അവിടുന്ന് പറഞ്ഞു, സ്വഹീഹ് മുസ്ലിമിൽ സ്ഥിരപ്പെട്ട ഹദീസിൽ തിങ്കളാഴ്ച നോമ്പിനെ പറ്റി പറഞ്ഞു, തിങ്കളാഴ്ച ദിവസത്തെ പറ്റി പറഞ്ഞു. ذاك يوم ولدت فيه جزاك الله خيرا ذاك يوم ولدت فيه തിങ്കളാഴ്ച ദിവസം ഞാൻ ജനിച്ച ദിവസമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം ഏതാണ്? തിങ്കളാഴ്ച. ജനിച്ച മാസം ഏതാണ്? റബീഉൽ അവ്വൽ. ജനിച്ച വർഷം ഏതാണ്? ആമുൽ ഫീൽ, AD 570 അല്ലെങ്കിൽ 571. നാലാമത്തെ കാര്യം, റബീഉൽ അവ്വൽ മാസത്തിൽ ഏതു തീയതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നതാണ്. ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പല അഭിപ്രായങ്ങളും ചരിത്രകാരന്മാർ പറഞ്ഞതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണ്. അതല്ല, അവിടുന്ന് ജനിച്ചത് റബീഉൽ അവ്വൽ 8-നാണ്, 10-നാണ്. ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം. ഈ അഭിപ്രായങ്ങളിലും ശരിയോട് യോജിച്ചത് റബീഉൽ അവ്വൽ 12 എന്നതാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത് ഏത് ദിവസമാണ് എന്നുള്ള വിഷയത്തിൽ ഇതുപോലെ അഭിപ്രായ വ്യത്യാസം ചരിത്രകാരന്മാർക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതും ഏത് മാസത്തിലാണ്? റബീഉൽ അവ്വൽ മാസത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച വർഷം ഏതാണ്? ഹിജ്റ 63. ഹിജ്റ 23 എങ്ങനെയാവാ? ഹിജ്റ 11-ാം വർഷം. അയ്യോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായ ആകെ എത്ര കാലം ജീവിച്ചിട്ടുള്ളൂ? 23 വർഷം. അതിൽ 13 വർഷം എവിടെയാണ്? മക്കയിലാണ്. ഹിജ്റ പോയത് 14-ാമത്തെ വർഷത്തിലാണ്. 10 വർഷമാണ് ഹിജ്റയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജീവിച്ചത്. ഹിജ്റ ഡേറ്റ് കണക്കാക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ഏത് വർഷത്തിലാണ് മരിച്ചത്? ഹിജ്റ 11-ാം വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത്. അവിടുന്ന് മരിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലായിരുന്നു. റബീഉൽ അവ്വൽ മാസത്തിൽ തിങ്കളാഴ്ച ദിവസമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത്. ആ ദിവസം, ആ തീയതി റബീഉൽ അവ്വൽ 12-നായിരുന്നു എന്നുള്ള വിഷയത്തിൽ ഇത് വിശദീകരിച്ച പണ്ഡിതന്മാർ അവർ ഏകോപിച്ചിരിക്കുന്നു. അതാണ് ശരിയോടടുത്ത അഭിപ്രായം. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന്റെ വിഷയത്തിൽ, ജനന തീയതിയുടെ വിഷയത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നുവെങ്കിൽ, എന്തെങ്കിലും പ്രത്യേകമായി മുസ്ലിം ഉമ്മത്തിന് ചെയ്യേണ്ടതുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇത് അഭിപ്രായ വ്യത്യാസത്തിലാവില്ലായിരുന്നു. ഒരൊറ്റ അഭിപ്രായത്തിൽ ഗംഭീരമായി രേഖപ്പെടുത്തേണ്ടിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, ഞാൻ ജനിച്ചത് തിങ്കളാഴ്ച ദിവസമാണെന്ന്. അതേ നബിക്ക് ഞാൻ ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണ്, ഇന്ന മാസത്തിലാണ് എന്ന് പറയാൻ നബിക്ക് അറിയാതിരുന്നിട്ടാണോ? നബിയെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സത്യം എന്താണ് ഉമ്മത്തിന് വെളിപ്പെടുത്തി കൊടുക്കാതിരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം എന്തേ മറച്ചു വെച്ചു? അതിനത്രേ പ്രാധാന്യമുള്ളൂ. അത് പ്രാധാന്യമുള്ള ഒരു കാര്യമായിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമായിരുന്നില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന മരണ തീയതികളുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നേരത്തെ പറഞ്ഞു, നുബുവത്തിന് മുമ്പ് 40 വർഷം ജീവിച്ചു. നുബുവത്തിന് ശേഷം നബിയായ റസൂലായി 23 വർഷക്കാലം അവിടുന്ന് ജീവിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷമാണ് മദീനയിൽ ജീവിച്ചത്, മക്കയിൽ ജീവിച്ചത്. 10 വർഷമാണ് മദീനയിൽ ജീവിച്ചത്. പിന്നെയുള്ള വാചകം നമുക്ക് കിതാബിലേക്ക് വരാം. منها 40 قبل النبوة و23 نبيا ورسولا نبئ بإقرأ وأرسل بالمدثر. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റ കൊണ്ട് അവിടത്തേക്ക് നുബുവത്ത് ലഭിച്ചു, മുദ്ദസ്സിർ കൊണ്ട് അവിടത്തേക്ക് റിസാലത്തും ലഭിച്ചു. വബലദുഹു മക്ക, അവിടുത്തെ നാട് മക്കയായിരുന്നു. വഹാജറ ഇലൽ മദീന, അവിടുന്ന് ഹിജ്റ പോയത് മദീനയിലേക്കായിരുന്നു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റ കൊണ്ട് അവിടത്തേക്ക് നുബുവത്ത് ലഭിച്ചു എന്ന് പറഞ്ഞാൽ? സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും സ്ഥിരപ്പെട്ട ഹദീസിൽ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി ഖുർആനിൽ നിന്ന് ഇറങ്ങിയത് സൂറത്തു അൽ അലഖിലെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന
ഇഖ്റ എന്ന വാക്കുകൊണ്ട് ആരംഭിച്ച സൂറത്തുൽ അലഖിലെ ആദ്യത്തെ 5 ആയത്തുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആനിൽ നിന്ന് ആദ്യമായി അവതരിച്ചത്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായത്. അവിടെ അങ്ങോട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബുവത്തിന്റെ കാലം ആരംഭിക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്തുൽ അലഖിലെ ഈ ആയത്തുകൾ ഇറങ്ങുന്നതിന് മുമ്പ് അവിടുത്തേക്ക് നബുവത്തിലേക്കുള്ള മുന്നോടിയായി ചില സൂചനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരുന്നു. അർ-റുഅ്യ സ്വാലിഹ ഹദീസുകളിൽ കാണാം, ചില സ്വപ്നങ്ങൾ, നല്ല സ്വപ്നങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ സ്വപ്നം കാണുന്നു. പുലർന്നു കഴിഞ്ഞാൽ കഫലഖി സുബ്ഹ്, പ്രഭാതത്തിലെ പുലരി പോലെ അത് സത്യമായി പുലരുന്നത് അവിടുന്ന് കാണുന്നു. ഇങ്ങനെ നല്ല സ്വപ്നങ്ങൾ, അതിന്റെ സത്യപ്പുലർച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നുബുവത്തിന് മുന്നോടിയായി നൽകുകയുണ്ടായി. അതിനുവേണ്ടി നബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാകപ്പെടുത്തുകയുണ്ടായി. അതുപോലെ തന്നെ അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്തിന് മുമ്പ്, നബുവത്തിനോട് അടുത്ത സമയത്ത് മക്കയിലെ മിനായിലേക്ക് പോകുമ്പോൾ ഇടതുഭാഗത്ത് കാണുന്ന വലിയ പർവ്വതം, അവിടെയുള്ള ഹിറാ ഗുഹയിൽ അവിടുന്ന് ഏകാന്തനായി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് അല്ലാഹുവിനോട് ദുആ ചെയ്ത് അവിടുന്ന് കഴിച്ചുകൂട്ടാറുണ്ടായിരുന്നു. ദിവസങ്ങൾ, രാത്രികൾ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഹിറാ ഗുഹയിൽ നിന്ന് അവിടുന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്. ആ ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടതും അവിടുന്ന് ആ ശബ്ദത്തെ അഭിമുഖീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇഖ്റ, താങ്കൾ ഓതണം, താങ്കൾ വായിക്കണം. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന ബിഖാരി, ഞാൻ വായിക്കാൻ അറിയുന്ന ആളല്ല, എനിക്ക് വായിക്കാൻ അറിയില്ല. കാരണം അവിടുന്ന് നിരക്ഷരനായിരുന്നു, അവിടുന്ന് ഉമ്മിയായിരുന്നു. വീണ്ടും മലക്ക് ചോദ്യം ആവർത്തിച്ച്. ആരായിരുന്നു ആ മലക്ക്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമായിരുന്നു. ഇഖ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും മറുപടി പറഞ്ഞു, മാ അന ബിഖാരി, ഞാൻ വായിക്കാൻ അറിയുന്ന ആളല്ല. വീണ്ടും പറഞ്ഞു. മൂന്നാമതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മറുപടി ആവർത്തിച്ചു. ശേഷം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്തു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, താങ്കളെ സൃഷ്ടിച്ചവനായ റബ്ബിന്റെ നാമത്തിൽ വായിക്കുക. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ ഒരു രക്തക്കട്ടയിൽ നിന്ന് സൃഷ്ടിച്ചവനായ റബ്ബിന്റെ നാമത്തിൽ. ഇഖ്റ വറബ്ബുക്കൽ അക്രം, വായിക്കുക, നിന്റെ റബ്ബ് അതിമഹാനാണ്, അത്യുദാരനാണ്. അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചവൻ, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവൻ. അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യനെ അവൻ അറിവില്ലാത്തതെല്ലാം പഠിപ്പിച്ചവൻ. ആ റബ്ബിന്റെ നാമത്തിൽ വായിക്കുക എന്ന് ഖുർആനിൽ ആദ്യമായി വഹി നൽകി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പിരിഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റ ഇറങ്ങിയതിനു ശേഷം ഒരു മാസക്കാലം വഹിയൊന്നും ഇല്ലാതെ അങ്ങനെ ഒരു ഇടവേളയുണ്ടായി. അങ്ങനെ ഹിറാ ഗുഹയിൽ നിന്ന് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മലഞ്ചെരുവിലൂടെ ഇറങ്ങി വരുമ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ്. ഹിറാ ഗുഹയുടെ താഴ്വരയിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. ഹദീസിൽ സ്ഥിരപ്പെട്ടതുപോലെ സ്വഹീഹ് മുസ്ലിമിലും സ്വഹീഹ് ബുഖാരിയിലും നമുക്ക് ഈ ഹദീസ് വായിക്കാം. നബി വലത്തോട്ട് തിരിഞ്ഞു നോക്കി, ആരെയും കണ്ടില്ല. ഇടത്തോട്ട് തിരിഞ്ഞു നോക്കി, ആരെയും കണ്ടില്ല. പിന്നിലേക്ക് നോക്കി, മുൻപിലേക്ക് നോക്കി, ആരെയും കണ്ടില്ല. അങ്ങനെ അവിടുന്ന് ആകാശത്തേക്ക് പാളി നോക്കി. അപ്പോഴതാ ഒരു മലക്ക്, സാക്ഷാൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ആകാശഭൂമികൾക്കിടയിൽ ചക്രവാളം മുട്ടുന്നതിന് സമാനമായ വലുപ്പത്തിൽ ജിബ്രീൽ ഒരു കുർസിയിൽ, ജിബ്രീലിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച കാണുകയാണ്. അവിടുന്ന് ജീവിതത്തിൽ ആദ്യമായി കാണുന്ന കാഴ്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടതും പരിഭ്രാന്തനായി, പേടിച്ചു കുറച്ചു. അങ്ങനെ വീട്ടിലേക്ക് തന്റെ പത്നിയായ ഖദീജ ബിയുടെ അരികിലേക്ക് ഓടിച്ചെന്നു. അവിടുന്ന് പറഞ്ഞു, ദസ്സിറൂനി ദസ്സിറൂനി, ജമ്മിലൂനി ജമ്മിലൂനി, ചില റിപ്പോർട്ടുകളിൽ കാണാം, എന്നെ പുതപ്പിച്ചു തരുവിൻ. സുബ്ബു അലയ്യ മാഅൻ ബാരിദ, എനിക്ക് മേൽ തണുത്ത വെള്ളം കോരിയൊഴിക്കുവിൻ, എന്നെ പുതപ്പിച്ചു മൂടുവിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചു വിറച്ചുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയോട് ആവശ്യപ്പെട്ടു എന്നാണ്. അങ്ങനെ പുതച്ചു കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പിന്നീട് വഹി ഇറങ്ങുകയാണ്. സൂറത്തുൽ മുദ്ദസ്സിറിലെ ആദ്യ വചനങ്ങൾ, യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഓ
ഓ പുതച്ചുമൂടിയവനെ, ഖും ഫഅൻസിർ, എഴുന്നേൽക്കുക, താക്കീത് ചെയ്യുക സമൂഹത്തെ, വറബ്ബക ഫകബ്ബിർ, താങ്കളുടെ റബ്ബിന്റെ മഹത്വത്തെ വലുപ്പത്തെ വാഴ്ത്തുക, തക്ബീർ ചെയ്യുക, വസിയാബക ഫതഹിർ, വസ്ത്രവും ശരീരവും ആന്തരികവും പരോക്ഷവും പ്രത്യക്ഷവുമെല്ലാം ശുദ്ധീകരിക്കുക, വറുജ്സ ഫഹ്ജുർ, തിന്മകളെ, വിഗ്രഹങ്ങളെ, ശിർക്കിനെ എല്ലാം വെടിയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുദ്ദസിറിലെ ആയത്തുകൾ അറിഞ്ഞാണ്. അവിടുന്ന് അങ്ങോട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റിസാലത്ത് സ്ഥിരപ്പെടുന്നത്. ആദ്യമായി ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന സൂറത്തുൽ അലഖിലെ 5 ആയത്തുകളിലൂടെ നബിയുടെ നബുവത്ത് സ്ഥിരപ്പെട്ടു. പക്ഷേ അത് ഉമ്മത്തിനെ അറിയിച്ചു കൊടുക്കാനുള്ള ആഹ്വാനമായിരുന്നു. സൂറത്തുൽ മുദ്ദസിറിലൂടെ ഞാൻ അള്ളാഹുവിലേക്ക് നിയുക്തനായ റസൂലാണ്, ജനങ്ങളിലേക്ക് നിയുക്തനായ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന റസൂലാണ്, അള്ളാഹുവിന് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, അവന് പുറമെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളെ, ശിർക്കിന്റെ ബഹുദൈവാരാധനകളെ നിങ്ങൾ ഒഴിവാക്കണം എന്ന നബിയുടെ റിസാലത്തിന്റെ ഉത്ബോധനം അവിടുന്ന് തുടങ്ങിയത്, അതിന് അള്ളാഹു കൽപ്പന നൽകിയത് സൂറത്തുൽ മുദ്ദസിറിലൂടെയായിരുന്നു. നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉലമാക്കൾ ചിലർ പറഞ്ഞു, നബി എന്ന് പറഞ്ഞാൽ മുൻകാല അമ്പിയാക്കളുടെ ശരീഅത്ത് അത് അതേപോലെ സത്യപ്പെടുത്തുന്ന, അതിനെ സാധൂകരിക്കുന്നവനാണ് നബി. റസൂൽ എന്ന് പറഞ്ഞാൽ ആ റസൂലിന് പുതിയ ശരീഅത്ത് അവതരിപ്പിക്കും, അത് ജനങ്ങൾക്ക് പുതുതായി പഠിപ്പിച്ചു കൊടുക്കും. എന്നാൽ എല്ലാ അമ്പിയാക്കളുടെ ദീൻ ഒന്നായിരിക്കും, തൗഹീദ്, അതുപോലെ തന്നെ അതിന്റെ അടിത്തറ. ഷിർക്ക് അതാകുന്നു അതിൽ ഏറ്റവും വലിയ തിന്മ. അതിനപ്പുറത്ത് നിസ്കാരം, ഇബാദത്തുകൾ, വിധിവിലക്കുകൾ, ശരീഅത്തിന്റെ വിശദാംശങ്ങൾ, അതിൽ വ്യത്യാസമുണ്ടാകും. ഇത് പുതുക്കി നൽകുന്ന പണിയാണ് റിസാലത്തിന്റെ ദൗത്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുണ്ടായത് സൂറത്തുൽ മുദ്ദസിറിലെ ഈ ആയത്തുകളിലൂടെയാണ്. ഇനി ഇതിലെ ആയത്തുകൾ ഷെയ്ഖോടെ വിശദീകരിക്കും. അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിതാബുള്ളവർ നോക്കുന്നില്ലേ, നുബ്ബിഅ ബിഇഖ്റ വ ഉർസില ബിൽ മുദ്ദസിർ, സൂറത്തുൽ മുദ്ദസിറിലെ ആയത്തുകൾ നമ്മൾ വിശദീകരിക്കും. വബലദുഹു മക്ക വഹാജറ ഇലൽ മദീന, നബിയുടെ നാട് മക്കയാണ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജനിച്ചതും വളർന്നതും മക്കയിലാണ്. അവിടുത്തെ 40 വയസ്സ് വരെ അവിടുന്ന് ജീവിച്ചത് മക്കയിലാണ്. പിന്നീട് 40ാമത്തെ വയസ്സിലാണ് അവിടുന്ന് ഹിജറ പോയത്. നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടായിരുന്നു മക്ക. അവിടുന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ ദുആ ചെയ്തു എന്നാണ്, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈന അൽ മദീന കഹുബ്ബിന മക്കത ഔ അശദ്, അല്ലാഹുവേ മക്കയെ ഞങ്ങൾ ഇഷ്ടപ്പെട്ടതുപോലെ മദീനയിലേക്ക് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടാക്കണമേ, അല്ലെങ്കിൽ അതിനേക്കാൾ കഠിനമായ ഇഷ്ടം മക്കയേക്കാൾ, അല്ലെങ്കിൽ മക്കയ്ക്ക് സമാനമായ ഇഷ്ടം മദീനയിലേക്ക് ഞങ്ങൾക്ക് ഉണ്ടാക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു എന്നാണ്. വബലദുഹു മക്ക എന്ന ഭാഗത്തെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് അതാണ്. വഹാജറ ഇലൽ മദീന, 40 വയസ്സിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 13 വർഷക്കാലം അവിടുന്ന് മദീനയിൽ ജീവിച്ചു. അവിടുത്തെ 53ാമത്തെ വയസ്സിൽ അവിടുന്ന് മദീനയിലേക്ക് ഹിജറ പോയി. ബഅസഹുല്ലാഹു ബിന്നദാറത്തി അനി ശിർക്കി വയദ്ഉ ഇല തൗഹീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് സ്ഥിരപ്പെടുത്തുന്നത് സൂറത്തുൽ മുദ്ദസിറിലൂടെ നബിയോട് ആഹ്വാനം ചെയ്തത്, ബഅസഹുല്ലാഹു, അല്ലാഹു അവിടുത്തെ നിയോഗിച്ചത്, ബിന്നിദാറത്തി അനി ശിർക്ക്, ശിർക്കിൽ നിന്ന് സമൂഹത്തെ താക്കീത് ചെയ്യാനാണ്. വയദ്ഉ ഇല തൗഹീദ്, തൗഹീദിലേക്ക് സമൂഹത്തെ ക്ഷണിക്കാനാണ്. ഈ പ്രയോഗത്തിൽ ബഅസഹുല്ലാഹു ബിന്നദാറത്തി അനി ശിർക്കി വയദ്ഉ ഇല തൗഹീദ് എന്നതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ രഹസ്യം അടങ്ങിയിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അതിൽ 2 സ്തംഭങ്ങളുണ്ട്, 2 തൂണുകളുണ്ട്. ഏതൊക്കെയാണ്? അന്നഫ്യു ലാ ഇലാഹ വൽ ഇസ്ബാത്ത് ഇല്ലല്ലാഹ്. ഇവിടെ അന്നദാറത്തു അനി ശിർക്ക് എന്ന് പറഞ്ഞിടത്ത് എന്താണുള്ളത്? നഫിയാണുള്ളത്. ലാ ഇലാഹ, ശിർക്കിൽ നിന്ന് ഉമ്മത്തിനെ താക്കീത് ചെയ്യുക. ഒരു ഇലാഹുമില്ല അള്ളാഹുവിന് പുറമെ, ഒരാരാധ്യനുമില്ല, അള്ളാഹു അല്ലാത്തവർക്ക് ഒരു ആരാധനയുമില്ല. ലാ ഇലാഹ അന്നദാറത്തു അനി ശിർക്ക് വയദ്ഉ ഇല തൗഹീദ്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് സമർപ്പിക്കണം. ഇല്ലല്ലാഹ് എന്ന തൗഹീദിലേക്കുള്ള ക്ഷണം, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് അവിടുത്തെ നിയോഗത്തിന്റെ ലക്ഷ്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുദ്ദസിറിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകി
റിസാലത്ത് സ്ഥിരപ്പെടുത്തുകയാണ്. അതാണ് ശൈഖ് പറഞ്ഞത് ബഅസഹുല്ലാഹു ബിന്നിദാറത്തി അനിശ്ശിർക്ക് വയദ്ഉ ഇല തൗഹീദ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രബോധന ദൗത്യം ആരംഭിച്ചതും തൗഹീദ് കൊണ്ടാണ്. അവിടുത്തെ പ്രബോധനം അവിടുത്തെ അവസാന ശ്വാസം വരെ എത്തി നിന്നതും തൗഹീദിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ മുദ്ദസ്സിർ അവതരിച്ചതിന് ശേഷം അവിടുത്തെ കുടുംബക്കാരെ വിളിച്ചുകൂട്ടി മക്കയിൽ ഹജ്ജിനും അതല്ലെങ്കിൽ കഅബയിലേക്ക് തീർത്ഥാടനത്തിനുമൊക്കെ എത്തുന്ന അന്നത്തെ ആളുകളെ അവർ ഒരുമിച്ച് കൂടുന്ന മക്കയിലെ ചന്തകളിൽ, അങ്ങാടികളിൽ, പിന്നെ ഉഖാളയിൽ, മജന്നയിൽ, മജാസിൽ, ഉയരമുള്ള പ്രദേശങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾ തടിച്ചുകൂടുന്നിടത്ത് കയറി നിന്നുകൊണ്ട് അവിടുന്ന് പറയുമായിരുന്നു, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുവിൻ, തുഫ്ലിഹു, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. നബിയുടെ ദഅവത്തിന്റെ തുടക്കം ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടായിരുന്നു. ഇനി അവിടുന്ന് മരിക്കുന്ന അവിടുത്തെ അവസാന നിമിഷങ്ങൾ ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അവിടുന്ന് മരണവേദന സഹിക്കാൻ വയ്യാതെ ബോധരഹിതനാകുന്നു. അവിടുത്തേക്ക് മുഖത്തേക്ക് പിന്നെ അവിടുത്തെ വിരിച്ചിരുന്ന അല്ലെങ്കിൽ അവിടുത്തെ ശരീരത്തിൽ പുതച്ചിരുന്ന പുതപ്പ് കൊണ്ട് മുഖം മൂടുന്നു. അവിടുത്തേക്ക് ബോധം മറയുന്നു. ഇങ്ങനെ അവിടുന്ന് പ്രയാസപ്പെട്ട് മരണത്തിന് കഠിനമായ വേദനയാണെന്ന് ഫാത്തിമ ബീവിയോടും കൂടെ നിൽക്കുന്നവരോടും പറയുന്നു. അത് കണ്ട് കൂടെയുള്ള സഹാബികൾ പരിതപിക്കുന്നു. ഫാത്തിമ ബീവി കരയുന്നു, വിതുമ്പലടക്കുന്നു. ഇത് അനുഭവിക്കുന്ന അവസാന വേളയിലും അവിടുത്തെ അവസാന ശ്വാസത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് നൽകിയ ശക്തമായ താക്കീതുകളിൽ ഒന്ന് ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂത നസാറാക്കളെ ശപിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ ശാപം അവർക്കുണ്ടാകട്ടെ. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ അവരുടെ അമ്പിയാക്കളുടെ ഖബറിടങ്ങളെ മസ്ജിദുകളാക്കി, ആരാധനാ കേന്ദ്രങ്ങളാക്കി. ഷിർക്കിന്റെ, അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് നൽകുന്നതിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി. അതുകൊണ്ട് ജൂത നസാറാക്കൾക്ക് സംഭവിച്ച ഷിർക്ക്, തൗഹീദിനെതിരായ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ കാര്യം നിങ്ങൾ പ്രവർത്തിക്കരുത്. യുൻസിറു മാ യസ്ന യുഹദ്ദിറു മാ യസ്ന, ആയിഷ ബീവി പറയുന്നു, അവർ ചെയ്ത പ്രവർത്തനം ഉമ്മത്ത് ചെയ്യരുത് എന്ന് നബി താക്കീത് ചെയ്യുകയായിരുന്നു അവസാന വേളയിലുമെന്ന്. എന്താണ് മസ്ജിദുകൾ ആക്കാന്ന് പറഞ്ഞാൽ? അമ്പിയാക്കളുടെ കബറിടങ്ങൾ മസ്ജിദുകളാക്കാന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഏറ്റവും മനോഹരമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, മസ്ജിദിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ കബറിന്റെ അടുത്ത് പോയി ചെയ്യാം. മസ്ജിദിലെ ആളുകൾ തവാഫ് ചെയ്യുന്നു, അല്ലഫൻ കഅബയിൽ ആളുകൾ തവാഫ് ചെയ്യുന്നു. ഭൂമിയിലാകെ കഅബയിൽ മാത്രമേ നമുക്ക് തവാഫ് ചെയ്യാൻ അനുവാദമുള്ളൂ. അതുവരെ കബറിങ്ങളിൽ പോയി ചെയ്യുന്നു, ജാറത്തുകൾ ചെയ്യുന്നു. മസ്ജിദിൽ നിസ്കരിക്കുന്നു, ജാറത്തിനടുത്ത് നിസ്കരിക്കുന്നു. മസ്ജിദിൽ സുജൂദ് ചെയ്യുന്നു, ദർഗയിൽ പോയി സുജൂദ് ചെയ്യുന്നു. മസ്ജിദിൽ പോയി തേടുന്നു, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ദർഗയിൽ അള്ളാഹുവിനോട് തേടുന്നതിനപ്പുറത്ത് അള്ളാഹു അല്ലാത്ത ആ മരിച്ചു കിടക്കുന്ന ആളോട് തേടുന്നു. അവിടെ പോയി നേർച്ചയാക്കുന്നു. അവിടെ ഭയത്തോടെ, ഭക്തിയോടെ, പ്രതീക്ഷയോടെ, വിനയത്തോടെ, താഴ്മയോടെ അവിടെ പോയി തടഞ്ഞുകൂടിയിരിക്കുന്നു. ദിക്ർ ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, ദുആ ചെയ്യുന്നു. ഇതൊക്കെ മസ്ജിദ് നടക്കുന്നവർ ഖുർആൻ ഓതുന്നു, ഖബറുകളിൽ പോയി ഖുർആൻ ഓതുന്നു. മസ്ജിദുകളിൽ നടക്കുന്ന എന്തൊക്കെ പ്രവർത്തനമുണ്ടോ അതൊക്കെ ജാറത്തിലേക്ക് പറിച്ചു നട്ടു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാരണം. അത് മരണപ്പെട്ടവരെ നേർക്കുനേരെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുമെന്നതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസ്നൻ യുഅബദ്, അല്ലാഹു എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമായി നീ മാറ്റരുതേ. അല്ലാഹു എന്റെ ഖബറിനെ ഈദായ ആളുകൾ ഇടക്കിടക്ക് ആവർത്തിച്ചാവർത്തിച്ച് തടിച്ചുകൂടുന്ന, സംഘടിക്കുന്ന ഒരു കേന്ദ്രമാക്കി, ഉറൂസിന്റെ കേന്ദ്രമാക്കി മാറ്റരുതേ എന്ന സൂചന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദുആയിൽ നമുക്ക് കൈമാറിയിരിക്കുന്നു. നബിയുടെ അവസാന വേളയിൽ വരെ അവിടുന്ന് ശിർക്കിനെയാണ് താക്കീത് ചെയ്തത്. തൗഹീദിലേക്കാണ് ഈ ഉമ്മത്തിനെ ക്ഷണിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടുത്തെ രാവിലും പകലിലും അവിടുത്തെ തുടക്കവും ഒടുക്കവും എല്ലാം തൗഹീദിന് വേണ്ടിയായിരുന്നു. നോക്കൂ നിങ്ങൾ, നബി ജീവിച്ചിരുന്ന കാലഘട്ടം ഏതായിരുന്നു? ജാഹിലിയത്ത്, ഡാർക്ക് ഏജ്, അജ്ഞാനയുഗം എന്ന് ചരിത്രം വിശേഷിപ്പിച്ച എല്ലാ സാമൂഹികമായ അധപ്പതനവും അധാർമികമായ പ്രവണതകളും തിന്മകളും തോന്നിവാസങ്ങളും ഒരുപക്ഷെ ഇന്നില്ലാത്ത വിധത്തിൽ അന്നുണ്ടായിരുന്നു. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പരിഹരിച്ചത്, അവിടെ സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടായിരുന്നു, യുദ്ധവറിയുണ്ടായിരുന്നു,
കൊള്ളയുണ്ടായിരുന്നു, കൊലപാതകമുണ്ടായിരുന്നു, അതുപോലെ തന്നെ ആളുകളുടെ മോശമായ പെരുമാറ്റമുണ്ടായിരുന്നു. ഇങ്ങനെ സാമൂഹികമായ അരാജകത്വം നിറഞ്ഞു നിന്നിരുന്ന ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യവും അവസാനവും ജീവിതത്തിൽ നിത്യനിതാന്തമായ ആളുകളെ ക്ഷണിച്ചത് തൗഹീദിലേക്കാണ്. അതല്ലാതെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ, അവർക്കിടയിലുള്ള കുടിപ്പക, അതല്ലെങ്കിൽ അവർക്കിടയിലുള്ള അതിർത്തി തർക്കം, അവർക്കിടയിലുള്ള സാമൂഹിക പ്രശ്നം, അവരുടെ സാമ്പത്തികമായ ഉയർച്ച, അവരുടെ വൈജ്ഞാനികമായ ഭൗതിക പുരോഗതി, ഇതൊന്നല്ല നബി ചർച്ച ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ എപ്പോഴും ക്ഷണിച്ചുകൊണ്ടിരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കായിരുന്നു. മുസ്ലിം ഉമ്മത്ത് ഐക്യപ്പെടാനും അവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കപ്പെടാനും അവരോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടുന്ന പാഠം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രബോധന ദൗത്യത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു, ആദ്യവും അവസാനവും വരെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉമ്മത്തിനെ തൗഹീദിലേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കുന്നിടത്തോളം അവർ ഖൈറിലാകും. അവർക്ക് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കും. ഇന്ന് ഇസ്ലാമിന് വേണ്ടി ശബ്ദിക്കുന്ന ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദാണ് സമൂഹത്തോട് നമുക്ക് പ്രഥമമായും പ്രധാനമായും പറയാനുള്ളതെന്ന് പറയുമ്പോൾ അവർക്കത് അലർജിയാണ്. അതിപ്പോ എത്രയാ ഇപ്പൊ പറയാനുള്ളത്? എന്താ അതിന് മാത്രം പറയാനുള്ളത്? അതിനവർ ശാഖാപരമാക്കും. വിശ്വാസ കാര്യങ്ങൾ, ഇസ്ലാമിന്റെ അടിത്തറ, അത് ശാഖാപരം. അടിസ്ഥാനപരം എന്താണ്? ലോകത്ത് മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന രാഷ്ട്രീയമായ പ്രതിസന്ധി, അതല്ലെങ്കിൽ അവർക്ക് ഇടയിലുള്ള സാമൂഹികമായ തിന്മകൾ, അല്ലെങ്കിൽ അവർ രാഷ്ട്രമായി സംഘടിക്കേണ്ടതിന്റെ പ്രാധാന്യം, ഇതൊക്കെ ആളുകൾക്ക് ഉത്ബോധിപ്പിക്കുക. അടിത്തറയില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്ഥാപിക്കാതെ, ആ വിശ്വാസം രൂഢമൂലമാകാതെ എന്ത് നന്മ മുസ്ലിം ഉമ്മത്തിൽ സമ്പാദിച്ചു കൊടുത്തിട്ട് എന്താ കാര്യം? എത്ര ഭൗതിക പുരോഗതി ഉണ്ടായിട്ട് എന്താ കാര്യം? ഇസ്ലാം പടുത്തുയർത്തപ്പെട്ട തൂണുകളിൽ നെടുംതൂണതാണ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ ഒന്ന് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ. അത് ശരിയല്ലെങ്കിൽ പിന്നെ ഒരു ഇസ്ലാമും ഒരാളുടെ ശരിയാവില്ല. പിന്നെയാണ് നിസ്കാരം പോലും എണ്ണിയത്, പിന്നെയാണ് നോമ്പ്, പിന്നെയാണ് സക്കാത്ത്, പിന്നെയാണ് ഹജ്ജ്. ഇതിനിടയിൽ വരുന്ന നന്മകളും ഐച്ഛികമായ കാര്യങ്ങളുമാണ് ഇസ്ലാമിന്റെ ശാഖാപരമായ വിഷയം. ഇതാണ് നെടുംതൂണുകൾ. തൂണുകളുടെ നെടുംതൂൺ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. അതുകൊണ്ട് തൗഹീദില്ലാതെ ഒരു നിമിഷം പോലും ഒരു മുസ്ലിമിന് ജീവിക്കാൻ സാധ്യമല്ല. തൗഹീദിലേക്കാണ് സകല അംബിയാക്കൾ. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. എല്ലാ സമൂഹത്തിലേക്കും നാം റസൂലിനെ നിയോഗിച്ചിട്ടുണ്ട്. അല്ലാഹു പറയാണ്, മുർസലീങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. എന്തു പറയാൻ? അൻ ഇഅ്ബുദുല്ലാഹ്. അവരാദ്യം സമൂഹത്തോട് പറഞ്ഞത് നിങ്ങൾ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. അല്ലാഹുവിനെ പറഞ്ഞ് ആരാധിക്കപ്പെടുന്നവരെ ഒഴിവാക്കണം. അംബിയാക്കളുടെ ചരിത്രമുടനീളം ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞതിന് ശേഷം പറയാണ്, അംബിയാക്കൾ അവർ ഒരുപോലെ സമൂഹത്തോട് പറഞ്ഞു, യാ ഖൗമി, ഓ സമൂഹമേ, മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, നിങ്ങൾക്ക് അല്ലാഹു അല്ലാതെ മറ്റേത് ഇലാഹാണുള്ളത്? ഉഅ്ബുദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈഅ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, അവന് യാതൊരു പങ്കാളിയെയും ശിർക്കിനെയും നിങ്ങൾ ചേർക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പ്രബോധന ദൗത്യവുമായി അയക്കുമ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറയണം, യാ മുആദ് ഇന്നക തഅതി മിൻ അഹ്ലിൽ കിതാബ്. മുആദ്, നീ പോകുന്നത് വേദക്കാരുടെ ഇടയിലേക്കാണ്, തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും വക്താക്കൾക്കിടയിലേക്കാണ്. മൂസാ നബിയുടെയും ഈസാ നബിയുടെയും ശരീഅത്തിന്റെ സന്ദേശങ്ങൾ ബാക്കി അവശേഷിപ്പുകൾ നിലനിൽക്കുന്ന സമൂഹത്തിലേക്കാണ്, യമനിന്റെ പ്രാന്തപ്രദേശങ്ങളിലേക്കാണ്. ഇസ്ലാമിനെ കുറിച്ചോ മുൻകാല വേദങ്ങളെക്കുറിച്ചോ അമ്പിയാക്കളെ കുറിച്ചോ യാതൊരു ബോധമോ പാരമ്പര്യമില്ലാത്ത സമൂഹമല്ല. മുആദിനെ വിളിച്ച് നബി പറയാണ്, പ്രബോധന ദൗത്യത്തിന്റെ പ്രയോറിറ്റി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഫല്യകുൻ അവ്വല മാ തദ്ഊഹും ഇലൈഹി ഇലാ അൻ യുവഹിദുല്ലാഹ്. ആദ്യം നീ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, ക്ഷണിക്കേണ്ടത്, അവരെ വിളിക്കേണ്ടത് പ്രബോധനം ചെയ്ത് തൗഹീദിലേക്കാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ്. അതവർ ഫഇൻ അതാഊഹും അലാ ദാലിക്, അവരതനുസരിച്ചാൽ പിന്നെ അവർക്ക് 5 നേരത്തെ നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കുക, പിന്നെ അവർക്ക് സക്കാത്ത് പഠിപ്പിച്ചു കൊടുക്കുക, പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ഓരോന്നും പഠിപ്പിച്ചു കൊടുക്കുക. നബി തന്റെ അനുചരന്മാരെ പ്രബോധന ദൗത്യവുമായി പറഞ്ഞയക്കുമ്പോൾ നാടുകളിലേക്ക്, ഉപഭൂഖണ്ഡങ്ങളിലേക്ക്, നബി അതിർത്തികളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ആദ്യം പഠിപ്പിച്ചു കൊടുക്കാമെന്ന തൗഹീദാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ നിത്യജീവിതത്തിൽ ഓതുന്ന ദിക്റുകൾ, ദുആകൾ, സുന്നത്തിൽ സ്ഥിരപ്പെട്ട ദുആകൾ, ദിക്റുകൾ, സൂറത്തുൽ ഫാത്തിഹ ദിവസവും എല്ലാ നിസ്കാരങ്ങളിലും സുന്നത്താകട്ടെ ഫർളാകട്ടെ നമ്മൾ ഓതുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ രഹസ്യം എന്താണ്?
എന്താണ് സഹോദരങ്ങൾ? തൗഹീദ് അല്ലാതെ മറ്റെന്താണ്? ഈ സൂറത്തുൽ ഫാത്തിഹ അത് ഖുർആനിന്റെ രഹസ്യമാണ്. ഖുർആനിലെ എല്ലാ ആയത്തുകളും ഒരു നിലക്ക് അല്ലെങ്കിൽ മറുനിലക്ക് തൗഹീദുമായി കണക്റ്റഡാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ആ ഖുർആനിന്റെ ആകത്തുകയാണ്, അതിന്റെ രഹസ്യമാണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയുടെ രഹസ്യമാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹു നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം. തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് ചിന്തിക്കുന്നവർക്ക് ഇത് മാത്രം മതി. ഇസ്ലാമിന്റെ പരമപ്രധാനമായ ഒരു സമയത്തും മുസ്ലിം ഉമ്മത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പാഠവും പഠനവും ക്ഷണവും പ്രബോധനവും അധ്യാപനവും പ്രവർത്തനവും വാക്കും ചര്യയും നടപടിക്രമവും തൗഹീദ് തൗഹീദ് തൗഹീദ്. അത് മാത്രമാണ്. ഇതിലേക്ക് മുസ്ലിം ഉമ്മത്ത് എത്രത്തോളം ആഴത്തിലും അടുപ്പത്തിലും ബന്ധം സ്ഥാപിക്കുന്നോ, ഇസ്ലാമിന് വേണ്ടി ശബ്ദിക്കുന്നവർ, പ്രബോധകന്മാർ, മതപണ്ഡിതന്മാർ ഇതിലേക്ക് ഉമ്മത്തിനെ എത്രത്തോളം ക്ഷണിക്കുകയും അടുപ്പിക്കുകയും ചെയ്യുന്നു, അത്രത്തോളം മുസ്ലിം ഉമ്മത്ത് ഐക്യപ്പെടും. മുസ്ലിം ഉമ്മത്തിന് നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ സാധിക്കും. അവർക്ക് വിജയവും അധികാരവും ലഭിക്കും. ഇത് വിട്ട് മറ്റു ശാഖാപരമായ വിഷയങ്ങൾ അടിസ്ഥാനപരമായി എപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നു അന്നെല്ലാം മുസ്ലിം ഉമ്മത്ത് ഛിന്ന ഭിന്നമാകും. ഇന്ന് ലോകാടിസ്ഥാനത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രമായവർക്ക് നമുക്ക് ഖേദത്തോടെയല്ലാതെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ സാധിക്കുകയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സാന്ദർഭികമായ ചില കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. സഹോദരങ്ങളെ, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രബോധനത്തിന്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം തൗഹീദിന്റെ സംസ്ഥാപനമായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ക്ഷണിക്കാൻ, അവിടുത്തോട് ഉമ്മത്തിന് പഠിപ്പിക്കാൻ, അവരെ വിളിക്കാൻ അള്ളാഹു ആഹ്വാനം ചെയ്ത സൂറത്ത് യൂസുഫിലായിട്ട് ഏതാണ്? ഖുൽ, പറയുക നബിയെ, സമൂഹത്തോട് പറയുക നബിയെ, പ്രഖ്യാപിക്കുക നബിയെ, അവരെ ക്ഷണിക്കുക, അവരെ വിളിക്കുക, അവരെ പഠിപ്പിക്കുക. ഹാദിഹി സബീലി, ഇതാണ് എന്റെ മാർഗം. ഞാൻ ആരിലേക്കാണ് വിളിക്കുന്നത്? എന്റെ പാർട്ടിയിലേക്കല്ല, എന്റെ കക്ഷിയിലേക്കല്ല, എന്റെ സംഘടനയിലേക്കല്ല, എന്റെ പ്രസ്ഥാനത്തിലേക്ക്, എന്നിലേക്കല്ല. അദ്ഉ ഇലല്ലാഹ്, ഞാൻ ക്ഷണിക്കുന്നത് അള്ളാഹുവിലേക്കാണ്, അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക്, അവന്റെ മാത്രം അടിമയാകുന്ന മഹാശ്രേഷ്ഠതയിലേക്ക്, അഭിമാനത്തിലേക്ക്, അന്തസ്സിലേക്ക്, അള്ളാഹുവിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. അലാ ബസീറത്തിൻ, തികഞ്ഞ ഉൾക്കാഴ്ചയോടെ, വൈജ്ഞാനികമായ വിശ്വാസ്യതയോടെ, ദീനിന്റെ അടിത്തറകൾ പഠിച്ചു മനസ്സിലാക്കി ഉൾക്കാഴ്ചയോടെ ഇത് അള്ളാഹുലേക്ക്, അവന്റെ ഏകത്വത്തിലേക്ക്, അവന്റെ അടിമത്വത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് പറയുക നബിയെ. അന വമൻ ഇത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരും ആ മാർഗത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. അതുകൊണ്ട് നബിയെ പിൻപറ്റുന്നവർ ആ മാർഗത്തിലേക്കാണ് ക്ഷണിക്കേണ്ടത്. നബിയുടെ ഉമ്മത്ത് ആ മാർഗത്തിലേക്കാണ് ക്ഷണിക്കേണ്ടത്. നബിയുടെ മാർഗം പിന്തുടരുന്ന ഓരോ പ്രബോധകനും ആ മാർഗത്തിലേക്കാണ് ക്ഷണിക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, നമ്മൾ പറഞ്ഞു 13 വർഷക്കാലം നുബുവത്തിന് ശേഷം അവിടുന്ന് മദീനയിൽ, മക്കയിൽ ജീവിച്ചു. 13 വർഷക്കാലം. ഈ 13 വർഷക്കാലവും ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദ്, ഇതല്ലാതെ മറ്റൊന്നും നബി പറഞ്ഞിട്ടേ ഇല്ല. ഹദീസുകൾ നിങ്ങൾ പരിശോധിക്കൂ, ചരിത്ര രേഖകൾ നിങ്ങൾ പരിശോധിക്കൂ. എപ്പോഴാണ് നിസ്കാരം ശറഅാക്കപ്പെട്ടത്? എപ്പോഴാണ് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്? പല അഭിപ്രായങ്ങളുണ്ട് ആ വിഷയത്തിൽ. ഇസ്രാ മിഅ്റാജിന്റെ വേളയിലാണ്, അതിലേക്ക് നമ്മൾ വരും. നിസ്കാരം ശറഅാക്കപ്പെട്ടത് ഹിജ്റ 10 ശേഷമാണെന്ന അഭിപ്രായമുണ്ട്. അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല, ഹിജ്റ 10 നുബുവത്തിന്റെ 10-ാം വർഷത്തിന് ശേഷം, ഹിജ്റക്ക് 3 വർഷം മുമ്പാണെന്ന അഭിപ്രായമുണ്ട്. ഹിജ്റയോട് തൊട്ടു മുമ്പ്, മാസങ്ങൾക്ക് മുമ്പാണെന്ന അഭിപ്രായമുണ്ട്. ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ഏതു വർഷത്തിലാണെന്ന് കണിശമായി പറയുന്നിടത്ത്. ചുരുക്കി പറഞ്ഞാൽ, നബി മക്കയിൽ 10 വർഷക്കാലം നബിയായി ജീവിച്ചതിന് ശേഷമാണ് ഇസ്ലാമിന്റെ നെടുന്തൂണുകളിൽ, സ്തംഭങ്ങളിൽ രണ്ടാമതായി നിസ്കാരം ശറഅാക്കിയത്. അതുവരെ നബി എന്താണ് ഉമ്മത്തിനോട് പറഞ്ഞുകൊണ്ടിരുന്നത്? സാമൂഹിക തിന്മകളെ കുറിച്ചാണോ? രാഷ്ട്രീയമായി സംഘടിക്കുന്നതിനെ കുറിച്ചാണോ? ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സംസ്ഥാപനത്തെക്കുറിച്ചാണോ? മുസ്ലിമീങ്ങൾ ഭൗതിക പുരോഗതി കൈവരിക്കണമെന്നിടത്താണോ? മുസ്ലിം ഉമ്മത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ സ്വരുക്കൂട്ടണമെന്നാണോ? അവർ സായുധരായി സംഘടിക്കണമെന്നാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 10 വർഷക്കാലവും തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതല്ലാതെ മറ്റൊന്നും പറഞ്ഞതായി ചരിത്രത്തിൽ ഒരു രേഖയും കാണുകയില്ല. അവിടുത്തെ പ്രധാനമായ പ്രബോധനത്തിന്റെ കാമ്പിതായിരുന്നു. പിന്നീടാണ് നിസ്കാരം പോലും ശറഅാക്കപ്പെട്ടത്. പിന്നീട് ഓരോ വിധിവിലക്കുകളും വിശദമായി ഇറങ്ങുന്നത് മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷമാണ്. പിന്നീടുള്ള വർഷങ്ങളിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം, ആ 13 വർഷക്കാലം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ തൗഹീദിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിച്ചതിന് ശേഷം ഹിജ്റ പോയി മദീനയിലെത്തിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ ആയത്താണ് സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തെ ആയത്ത്. ഏതായത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബിയെ പഠിക്കുക, താങ്കൾ അറിയുക, താങ്കൾ മനസ്സിലാക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് താങ്കൾ പഠിക്കുക. ആരോടാണ് ഈ പറയുന്നത്? നബിയേക്കാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചവൻ ആരാണുള്ളത് മനുഷ്യരുടെ കൂട്ടത്തിൽ? നബിയേക്കാൾ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിച്ചവൻ ആരാണുള്ളത്? നബിയേക്കാൾ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന് വേണ്ടി ത്യാഗം സഹിച്ചവൻ ആരാണുള്ളത്? നബിയേക്കാൾ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന് വേണ്ടി ബഹിഷ്കരിക്കപ്പെട്ട, പലായനം ചെയ്യപ്പെട്ട മറ്റാരാണുള്ളത്? നാടും വീടും ഉപേക്ഷിക്കപ്പെട്ട മറ്റാരാണുള്ളത്? ആ നബിയോട് 13 വർഷത്തിന് ശേഷം മദീനയിലെത്തിയിട്ടും പറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പഠിക്കുക നബിയെ, പഠിക്കുക നബിയെ. അപ്പൊ മുസ്ലിം ഉമ്മത്തിലെ ഓരോ കുട്ടിയും ഓരോ മനുഷ്യനും ഓരോ അംഗവും എത്ര പഠിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ്? ഇത് നമുക്ക് നൽകുന്ന പാഠം എന്താണ് സഹോദരങ്ങളെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മരണം വരെ, നീ ജനിച്ചതു മുതൽ, നിനക്ക് നാവിൽ ഉച്ചരിക്കാൻ സാധിക്കുന്ന പ്രായം മുതൽ, അതിനപ്പുറത്ത് നീ മുക്കല്ലഫായി, നീ ശറഇന്റെ വിധിവിലക്കുകൾ നിർബന്ധിതനാകുന്ന അവസ്ഥ മുതൽ നിനക്കതിന്റെ നിർബന്ധ ബാധ്യത വർദ്ധിക്കുന്നു. അങ്ങനെ മരണം വരെ നീ അത് പഠിച്ചുകൊണ്ട് പുതുക്കിക്കൊണ്ട് അതിലായി ജീവിച്ചുകൊണ്ട് നീ വളർന്നാൽ നിനക്കതിലായി മരിക്കാൻ സാധിക്കും. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖൽ ജന്ന. വേറൊരു വാക്കും അവസാനമാകാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചില്ല. ആരുടെ വാക്കാണ് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് മാറിയത് അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയണം, മൻ മാത യഅലമു വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചു മനസ്സിലാക്കി അതിലായി മരിച്ചത് അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. സഹോദരങ്ങളെ, നമുക്ക് കിതാബിലേക്ക് വരാം. ശേഷം സൂറത്തുൽ മുദ്ദസ്സിറിലെ ആയത്തുകൾ ശൈഖ് ഇവിടെ വിശദീകരിക്കുകയാണ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ. സൂറത്തുൽ മുദ്ദസ്സിറിന്റെ അവതരണത്തിലൂടെയാണ് സമൂഹത്തിലേക്ക് ഇറങ്ങി തൗഹീദിലേക്ക് ക്ഷണിക്കാനും ശിർക്കിൽ നിന്ന് താക്കീത് ചെയ്യാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റിസാലത്ത് സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു കൽപ്പന ഇറക്കുന്നത്. സൂറത്തുൽ മുദ്ദസ്സിർ, ആ പേരിൽ തന്നെ നമുക്കറിയാം. മുദ്ദസ്സിർ എന്നാൽ എന്താണ് അർത്ഥം? പുതച്ചു മൂടിയവൻ. യാ അയ്യുഹൽ മുദ്ദസ്സിർ, അല്ലയോ പുതച്ചു മൂടിയവനെ എന്ന വിളി കൊണ്ടാണ് സൂറത്തുൽ മുദ്ദസ്സിർ ആരംഭിക്കുന്നത്. എന്തുകൊണ്ടാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജിബ്രീലിനെ നേരത്തെ പറഞ്ഞ രൂപത്തിൽ കണ്ട് പേടിച്ചു പരിഭ്രമിച്ച് വീട്ടിലേക്ക് ഓടി വന്ന് ഖദീജ റളിയല്ലാഹു അൻഹയോട് പറയുന്ന പ്രയോഗം അതാണ്, ദഫിറൂനി, എന്നെ പുതച്ചു മൂടുവിൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതച്ചു കിടക്കുകയാണ്. അപ്പോഴാണ് വഹി ഇറങ്ങുന്നത്, യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഓ പുതച്ചു മൂടിയവനെ. ഖും ഫഅൻദിർ, എഴുന്നേൽക്കുക താങ്കൾ. ഫഅൻദിർ, താക്കീത് ചെയ്യുക. ശൈഖ് അതിനെ വിശദീകരിച്ചു, യുൻദിറു അനി ശിർക്ക് വയദ്ഉ ഇല തൗഹീദ്. എന്തിൽ നിന്നാണ് താക്കീത് ചെയ്യേണ്ടത്? ഷിർക്കിൽ നിന്നാണ്. കാരണം ഷിർക്കാണ് ഏറ്റവും വലിയ തിന്മ. ഏറ്റവും വലിയ തിന്മ ഇസ്ലാമിന്റെ ഭാഷയിൽ ഷിർക്കാണ്. ഇത് ഈ വാചകം ഇങ്ങനെ ഉച്ചരിക്കാൻ പോലും ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ പല പ്രബോധകന്മാർക്കും വലിയ സംഘടനാ നേതാക്കന്മാർക്കും കഴിയുന്നില്ല. ഇസ്ലാം എതിരെ ശബ്ദിക്കേണ്ടുന്ന ഏറ്റവും വലിയ തിന്മ, സാമൂഹികവും വൈയക്തികവുമായ തിന്മ, ഇന്ന് മുസ്ലിം ഉമ്മത്തിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന മഹാമാരി ഈ ശിർക്കാണെന്ന് ഘോരഘോരം പൊതുസമൂഹത്തിൽ ശബ്ദിക്കാൻ പോലും ഇസ്ലാമിന് വേണ്ടി വാദിക്കുന്നവർ മടിക്കും. നിങ്ങൾ പരിശോധിക്കുക. ഞാൻ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങണമെന്ന് ആരോടും പറയുന്നില്ല. പല കക്ഷികളും പല സംഘടനകളും പല പ്രസ്ഥാനങ്ങളും ഇസ്ലാമിലേക്ക് ചേർത്തി പറഞ്ഞ് ഇസ്ലാമിന് വേണ്ടി ഇവിടെ ശബ്ദിക്കുന്നുണ്ടല്ലോ, ഉണ്ടല്ലോ. ഏറ്റവും വലിയ തിന്മയായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, ഇന്ന ശിർക ലളുൽമുൻ അളീം. ഇതുപോലെ മറ്റേതെങ്കിലും തിന്മകളെ അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുണ്ടോ? തീർച്ചയായും ശിർക്ക് എന്നത് ലളുൽമുൻ അളീം, ഏറ്റവും കൊടിയ ബാധകമാണ്, വമ്പിച്ച തിന്മയാണ്. ഇതുപോലെ മറ്റേതെങ്കിലും ശിർക്കിനെ, മറ്റേതെങ്കിലും തിന്മയെ അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ടോ ഖുർആനിലൂടെ? കാരണം ഇതിലായി മരിച്ചാൽ ഒരു കാലത്തും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇതിലായി മരിച്ചാൽ, ശിർക്കിലായി മരിച്ചാൽ അവൻ അള്ളാഹു പുറത്തു കൊടുക്കൂല. അവന്റെ സൽക്കർമ്മങ്ങൾ അഖിലവും നിഷ്ഫലമായിരിക്കും. ഇതിലായി മരിച്ചാൽ, ശിർക്കിലായി മരിച്ചാൽ അവന് സ്വർഗം ഹറാമായിരിക്കും, അവന് നരകം നിഷിദ്ധമായിരിക്കും. അപ്പം നരകം നിർബന്ധമായിരിക്കും, സ്വർഗം നിഷിദ്ധമായിരിക്കും. ഇതിനേക്കാൾ ഗൗരവമുള്ള മറ്റേത് തിന്മയുള്ളത്? ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മഹാനന്മ തൗഹീദാണ്. ഈ നന്മയിലേക്ക് എപ്പോഴും എപ്പോഴും വിളിക്കുകയും ക്ഷണിക്കുകയും ചെയ്യുന്നവരാരാണ്? നിങ്ങൾ പരിശോധിക്കുക.
നബിയോടുള്ള ഖും ഫഅൻദിർ എന്ന കൽപ്പനയിൽ ഇത് അടങ്ങിയിരിക്കുന്നു. യുൻദിറു അനിശ്ശിർക്ക് വയദഉ ഇല തൗഹീദ്, തൗഹീദിലേക്ക് ക്ഷണിക്കുക നബിയെ, ഷിർക്കിൽ നിന്ന് ആളുകൾക്ക് താക്കീത് നൽകുക. ഈ ഇൻദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അൻദിർ എന്നുള്ള അൻദറ യുൻദിറു ഇൻദാർ എന്ന അറബി പ്രയോഗത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു കാര്യം നമ്മൾ അതിയായി പേടിച്ചു ഭയന്ന് ഓടിപ്പോകേണ്ട, ഓടി അകലേണ്ടുന്ന കാര്യത്തിനാണ് അൻദിർ, അല്ലെങ്കിൽ അതിൽ നിന്ന് നീ മാറി നിൽക്കണം, ഗൗരവം കൈക്കൊള്ളണം, ജാഗ്രത കൈക്കൊള്ളണം എന്ന് പറയാൻ വേണ്ടിയാണ് ഈ പ്രയോഗം. ഷിർക്കിൽ നിന്ന് അങ്ങനെ ഓടി അകലണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അടുത്ത ആയത്തിൽ അല്ലാഹു പറഞ്ഞു വറബ്ബക ഫകബ്ബിർ, നിന്റെ റബ്ബിന്റെ മഹത്വത്തെ നീ വാഴ്ത്തുക. ഷേഖ് അതിനെ വിശദീകരിച്ചു, അദ്ദിംഹു ബിത്തൗഹീദ്, അല്ലാഹുവിനെ തൗഹീദ് കൊണ്ട് അവന്റെ മഹത്വം വാനോളം പുകഴ്ത്തുക. നോക്കൂ നിങ്ങൾ, ഈ തക്ബീർ ആണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലുടനീളം അവൻ സാക്ഷ്യപ്പെടുത്തുന്നത്. തക്ബീറിന് നമ്മുടെ ജീവിതത്തിലുള്ള സ്വാധീനം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. 5 നേരവും മസ്ജിദിന്റെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കുലികളായി മുഴങ്ങുന്ന ഈ തക്ബീറിന്റെ മന്ത്രധ്വനികളാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ തക്ബീർ നമ്മൾ സാക്ഷാത്കരിക്കേണ്ടത് ഷഹാദത്തിലൂടെയാണ്. ആ തക്ബീർ നാം അംഗീകരിക്കുന്നുവെങ്കിൽ നാം ബാധ്യസ്ഥനാണ് 5 നേരവും അല്ലാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കാൻ. അതിലേക്കുള്ള ക്ഷണമാണ് ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാ. അതാണ് വിജയത്തിന്റെ മന്ത്രം, അതാണ് പ്രതാപത്തിന്റെ രഹസ്യം. അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് അവനെ സാഷ്ടാംഗം നമിക്കുക എന്നത്. വീണ്ടും ആ തക്ബീർ കൊണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ആ തക്ബീറിന്റെ പൂർണ്ണതയുടെ വാചകം കലിമത്തു ഷഹാദ വീണ്ടും ആവർത്തിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് കഴിഞ്ഞ് ഇഖാമത്തിനും ആ തക്ബീർ നമ്മൾ ഉരുവിടുന്നു. നമ്മൾ നിസ്കാരം ആരംഭിക്കുന്നു. ഒരാളുടെ നിസ്കാരമാകണമെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങണം. തക്ബീറത്തുൽ ഇഹ്റാം ഇല്ലാത്തവന്റെ നിസ്കാരം ശരിയല്ല. നിസ്കാരത്തിന്റെ റുക്നുകളിൽ ഒന്നാണത്. തക്ബീർ കൊണ്ടാണ് നിസ്കാരം ആരംഭിക്കുന്നത്. നിസ്കാരത്തിലെ ഓരോ അംഗചലനങ്ങളിലും ഈ തക്ബീറാണ് നമ്മൾ ആവർത്തിക്കുന്നത്, അല്ലേ? ഈദ് നമ്മുടെ പ്രത്യേകമായ 2 ആഘോഷങ്ങളാണ്, ഈദുൽ അദ്ഹയും ഈദുൽ ഫിത്തറും. ഈദുൽ അദ്ഹയിലും ഈദുൽ ഫിത്തറിലും നമുക്ക് ആവർത്തിക്കാനുള്ള അധികമായ സംഗതി എന്താണ്? തക്ബീറാണ്. അതുകൊണ്ട് തക്ബീർ അത് മുസ്ലിമിന്റെ ജീവിതത്തിൽ അവനെ ചൂഴ്ന്നു നിൽക്കുന്ന രഹസ്യമാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിനെ തക്ബീർ കൊണ്ട് വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ വറബ്ബക ഫകബ്ബിർ വഅദ്ദിംഹു ബിത്തൗഹീദ്, അല്ലാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുക, അവന്റെ വലുപ്പത്തെ വാനോളം പുകഴ്ത്തുക എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു 6 രംഗങ്ങളിൽ അത് നിന്റെ ജീവിതത്തിൽ നിലനിൽക്കേണ്ടതുണ്ട്, 6 അവസ്ഥകളിൽ. ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയത്ത്, അതിൽ നീ അവന്റെ തൗഹീദിന്റെ തക്ബീറിനെ വാഴ്ത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആരെക്കാളും എന്തിനേക്കാളും വലിയവൻ. അവനാണ് എല്ലാം നിയന്ത്രിക്കുന്ന മഹാൻ. അവനെ കൂടാതെ ഒരാൾക്കും ഒരു അധികാരവും ഒരു വിരലനക്കാൻ പോലും സാധിക്കുകയില്ല അവന്റെ അനുമതിയില്ലാതെ. വഹുവ അക്ബറു മിൻ കുല്ലി ഷൈഇൻ, എന്തിനേക്കാളും ഏതിനേക്കാളും ആരെക്കാളും ഏതു ശക്തിയേക്കാളും വലിയവൻ അവനാണ്. അള്ളാഹുവിന്റെ റുബൂബിയത്തിലുള്ള വലിപ്പം നീ വാഴ്ത്തണം, 1. 2, അവന്റെ ഉലൂഹിയത്തിന്റെ തക്ബീർ നീ ഉൾക്കൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഏറ്റവും മഹാൻ, ഏറ്റവും വലിയവൻ എന്ന് നീ അംഗീകരിക്കുന്നുവെങ്കിൽ, അവനേക്കാൾ ശക്തനായ ഒരാളുമില്ല എന്ന് നീ സമ്മതിക്കുന്നുവെങ്കിൽ, അവനാണ് ഏറ്റവും വലിയവൻ അല്ലാഹു അക്ബർ നീ എന്ന് അംഗീകരിക്കുന്നുവെങ്കിൽ, അവന് മാത്രമേ നീ വഴങ്ങാവൂ, അവന്റെ മുമ്പിൽ മാത്രമേ നീ അടിയറവ് പറയാവൂ, അവന് മാത്രമേ ആരാധനയുടെ ഏതേതംശവും നീ വകവെച്ചു കൊടുക്കാവൂ, അവന്റെ മുമ്പിലെ നീ സാഷ്ടാംഗം നമിക്കാവൂ, അവനോട് മാത്രമേ നീ തേടാവൂ, അവനോട് മാത്രമേ നീ പ്രാർത്ഥിക്കാവൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉലൂഹിയത്തുള്ള തക്ബീർ നീ സമ്മതിക്കണം. 3ാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാ വ സിഫാത്തിലുള്ള തക്ബീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയവനാണ്, അവന് മാത്രമേ നീ ഇബാദത്തുകൾ അർപ്പിക്കുന്നുള്ളൂ എങ്കിൽ അവന് മാത്രമാണ് ഏറ്റവും മനോഹരമായ, ഏറ്റവും ഉത്കൃഷ്ടങ്ങളായ, അതിമഹത്തരമായ നാമഗുണ വിശേഷണങ്ങളുള്ളത്. അവന് പേരൊത്ത മറ്റൊരാളുമില്ല. ഹൽ തഅലമു ലഹു സമീയ, അല്ലാഹു ചോദിച്ചില്ല അവന് പേരൊത്ത മറ്റാരെങ്കിലും ഉണ്ടോ? വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായ ഒരാളുമില്ല. ലൈസ കമിസ്ലിഹി ഷൈ, അവന് സമാനരായി ആരുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഉപമിക്കാനോ അവനെ സാദൃശ്യപ്പെടുത്താനോ അവന്റെ പേരിനോ വിശേഷണത്തിനോ ഒരാൾ പോലുമില്ല.
അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങളിൽ അവന്റെ വലുപ്പത്തെ, അവന്റെ മഹത്വത്തെ നീ വാഴ്ത്തണം. 3. നാലാമത്തെ കാര്യം, അള്ളാഹുവിന്റെ ഖദർ, അള്ളാഹുവിന്റെ വിധി നിർണയം. അവൻ തീരുമാനിക്കുന്നത് നടക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ചത് അവൻ തീരുമാനിക്കും, അത് വിധിക്കും. അത് യുക്തിയോടുകൂടിയായിരിക്കും, അത് നീതിയോടുകൂടിയായിരിക്കും. അള്ളാഹുവിന്റെ വിധി അത് പ്രാപഞ്ചികമായി അവൻ നടപ്പിലാക്കുന്ന വിധികളാകട്ടെ, നമ്മുടെ വ്യക്തി ജീവിതത്തെ ബാധിക്കുന്നതാകട്ടെ, ശർഇന്റെ ദീനിന്റെ വിധിവിലക്കുകളാകട്ടെ, അള്ളാഹുവിന്റെ വിധികളെല്ലാം സമ്പൂർണ്ണ യുക്തിയും നീതിയുമാണ്. ചിലപ്പോൾ നമ്മുടെ കേടുവന്ന ബുദ്ധി കൊണ്ട്, നമ്മുടെ നശിച്ചുപോയ യുക്തി കൊണ്ട്, നമ്മുടെ മനസ്സ് കവർന്നെടുത്ത പല ഇസ്ലാമികേതര ചിന്തകൾ കൊണ്ട് നമുക്കത് മോശമാണ്, കാലഘട്ടത്തിന് യോജിക്കാത്തതാണ്, പ്രാകൃതമാണ്, സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ്, അത് നിക്കാലഘട്ടത്തിൽ നടക്കാത്തതാണോ എന്നൊക്കെ തോന്നുമെങ്കിലും അത് നമ്മുടെ ബുദ്ധിയുടെ കുറവായി നമ്മൾ മനസ്സിലാക്കുക. മുൻപ് ഖളാ ഖദറിന്റെ ഈമാനിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്റെ കാഴ്ചക്ക് പരിമിതിയുള്ളതുപോലെ, മനുഷ്യന്റെ കേൾവിക്ക് പരിമിതിയുള്ളതുപോലെ, മനുഷ്യ നീ ഒരു മനുഷ്യനാണ് എന്ന പരിമിതി നിനക്കുള്ളതുപോലെ, നീ സൃഷ്ടിയാണ്, നീ സ്രഷ്ടാവല്ല എന്ന പരിമിതിയുള്ളതുപോലെ നിന്റെ ബുദ്ധിക്കും പരിമിതിയുണ്ട്, നിന്റെ ചിന്തക്കും പരിമിതിയുണ്ട്, നിന്റെ കാഴ്ചക്കും കേൾവിക്കും പരിമിതിയുള്ളതുപോലെ. അതുകൊണ്ട് അള്ളാന്റെ ദീൻ, അതിലവൻ അറിയിച്ചു തരാത്ത രഹസ്യങ്ങളുടെ രഹസ്യം തേടി പോകണം, എനിക്കതറിയണം എന്ന് നിന്റെ ബുദ്ധി കൊണ്ട് അളന്ന് നീ തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, സൂര്യൻ തെളിഞ്ഞു നിൽക്കുന്ന നട്ടുച്ച വെയിലത്ത് നഗ്ന നേത്രങ്ങൾ കൊണ്ടൊരാൾ സൂര്യനെ നോക്കിക്കാണാൻ ആഗ്രഹിച്ചാൽ അവനെ കുറിച്ച് എന്താ പറയാ? അവന്റെ കണ്ണടിച്ചു പോകും. ഇതുപോലെയാണ് അള്ളാഹു രഹസ്യമാക്കി വെച്ച അള്ളാഹുവിന്റെ വിജ്ഞാന സാഗരത്തിലേക്ക് എന്റെ ഈ ഓട്ടബുദ്ധി കൊണ്ട് ഞാൻ അന്വേഷണം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവന്റെ അവസ്ഥ, അവൻ ഹൈറാനത്തിലായി പോകും. അതുകൊണ്ട് അള്ളാഹു അറിയിച്ചു തന്നിടത്ത് നിൽക്കുക, ശറഅ് വരച്ച അതിർവരമ്പിൽ നിൽക്കുക. അതിന്റെ അപ്പുറത്ത് അറിയിച്ചു തരാത്ത രഹസ്യം എനിക്ക് അറിയണമെന്ന് വാശി പിടിക്കാതിരിക്കുക. അള്ളാഹു അറിയിച്ചു തരാത്തതിന് യുക്തിയില്ല എന്ന് പറഞ്ഞാൽ എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ആ യുക്തി അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തരാതിരുന്നു എന്നതുകൊണ്ട് അതിന് യുക്തിയില്ല എന്നല്ല. യുക്തി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതെ ഒരു കാര്യവും പ്രവർത്തിക്കുകയില്ല. അള്ളാഹുവിന്റെ പേരാണ് ഹക്കീം, യുക്തിജ്ഞൻ എന്ന അള്ളാഹുവിന്റെ പേരാണ്. അതുകൊണ്ട് അറിയാത്തതിന്റെ പിന്നാലെ പോകാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിധിയിൽ, അവന്റെ യുക്തിയിൽ മഹാനാണ്, നീതിമാനാണ് എന്ന വിശ്വാസം. ഇതാണ് നാലാമത്തെ കാര്യം. അള്ളാഹു തക്ബീർ, അള്ളാഹു അക്ബർ, അവന്റെ തക്ബീർ നമ്മൾ വാഴ്ത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം, അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾ, അള്ളാഹു അവന്റെ റസൂലിലൂടെ നമുക്ക് നിയമമാക്കിയ നന്മകൾ, അത് ഏറ്റവും മനോഹരമാണ്, ഏറ്റവും സമ്പൂർണമാണ്, ഏറ്റവും ശ്രേഷ്ഠമാണ്. അതിൽ മാത്രമാണ് ഒരാൾക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം നേടാവുന്ന മന്ത്രങ്ങളുള്ളത്. ഈ ദീൻ, ചില ആളുകൾ പറയും ഓന് ദീൻ കൂടിയിട്ട് അങ്ങനെ ആയത്, അത്ര ഒന്നും ദീൻ വേണ്ടതില്ല, കുറച്ച് കൂടിപ്പോയി. ആളുകളുടെ ധാരണ ദീൻ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാർ വടക്കാവുന്നതാണ്. അങ്ങനെ ചില ആളുകളുടെ സംസാരത്തിൽ വല്ലുണ്ട്. ദീനിലേക്ക് ചേർത്തി പറയുന്നവർ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ, അവരെ കാട്ടുന്ന എന്തെങ്കിലും എന്താ പറയാ വീഴ്ചകളോ ന്യൂനതകളോ സംഭവിക്കുന്നവരെ ദീനിന്റെ കുഴപ്പമില്ല, അവൻ ദീൻ ശരിക്കും പഠിച്ചു പ്രവർത്തിക്കാത്തതിന്റെ കുഴപ്പമാണ്. അതൊക്കെ ദീനിന്റെ തലമക്കലാണ് ഇടുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ ഒരാൾ എത്രത്തോളം ശരിയായി കൂടുതലായി പഠിക്കുന്നു അത്രത്തോളം അവന് നന്മ വർദ്ധിക്കും. കാരണം ഈ ദീൻ ഞാനോ നിങ്ങളോ നമ്മുടെ കാരണവന്മാരോ പടച്ചുണ്ടാക്കിയ ദീനല്ല. അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് വഹയിലൂടെ ഒരു പാപക്കറയും തൊട്ടു തീണ്ടാത്ത മലക്കുകളിൽ ശ്രേഷ്ഠനായ റൂഹുൽ അമീനായ ജിബ്രീലിന്റെ മധ്യസ്ഥതയിൽ ഭൂലോകത്തേക്ക് പെയ്തിറക്കിയ അവന്റെ വചനാമൃതങ്ങളാണ് ഈ ദീൻ. അതുകൊണ്ട് ഈ ദീനിനൊരു കുറവില്ല. ഈ ദീൻ ഏറ്റവും പൂർണ്ണമാണ്, ഏറ്റവും മനോഹരമാണ്. വിജയവും സൗഭാഗ്യവും എല്ലാം കുടികൊള്ളുന്നത് ഈ ദുനിയാവിലാകട്ടെ നാളെ ആഖിറത്തിലാകട്ടെ ഈ ദീനിലേക്ക് നമ്മൾ എത്രത്തോളം അടുക്കുന്നോ അത്രത്തോളമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു അക്ബറാണെന്ന് പറയുമ്പോൾ അവന്റെ ദീൻ ഏറ്റവും അക്ബറാണ്, ഏറ്റവും വലിയതാണ് എന്ന് നമ്മൾ ഓർക്കണം. ആറാമതായി പറയട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് നമ്മളാകട്ടെ അവന്റെ സൃഷ്ടികൾ ആരുമാകട്ടെ അള്ളാഹുവിനെ ശിർക്ക് വെക്കുന്ന, അള്ളാഹുവിനെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തുന്ന മുശ്രിക്കുകളാകട്ടെ കുഫാറുകളാകട്ടെ, അള്ളാഹുവിനെ ചീത്ത വിളിക്കുന്ന മതനിഷേധികളാകട്ടെ ദൈവനിഷേധികളാകട്ടെ, അവരിൽ നിന്നെല്ലാം
അള്ളാഹുവിന്റെ മഹത്വത്തെ വാനോളം നമ്മൾ പുകഴ്ത്തണം. അള്ളാഹുവിനെ കുറിച്ച് വിചാരിക്കുന്ന മോശമായ വിചാരങ്ങളിൽ നിന്നും വിശേഷണങ്ങളിൽ നിന്നും കുറവുകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും അവൻ എത്രയോ പരിശുദ്ധനാണ്. അവനിലേക്ക് ഒരു ദോഷവും ചേരുകയില്ല. ഷെർ അവനിലേക്ക് ചേർത്തു പറയാവതേയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പഴിക്കാൻ പാടില്ല. അവൻ അതിൽ നിന്നെല്ലാം പുകഴ്ത്തപ്പെടേണ്ടുന്ന സർവസ്തുതിമർപ്പിക്കപ്പെടേണ്ടുന്ന റബ്ബുൽ ആലമീനാണ് എന്ന് അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുന്നവർ അംഗീകരിക്കണം. ഈ 6 കാര്യങ്ങൾ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണമെന്ന് പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിക്കുക പറയുന്നു. ഒരൊറ്റ ആയത്തിനെ വിശദീകരിക്കുകയോ റബ്ബക ഫകബ്ബിർ, നിന്റെ റബ്ബിന്റെ മഹത്വത്തെ നീ വാഴ്ത്തണം, അവന്റെ തക്ബീർ നീ അംഗീകരിക്കണം. അള്ളിംഹു ബിത്തൗഹീദ്, തൗഹീദ് കൊണ്ട് അവനെ മഹാനാക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥത്തിൽ ഈ 6 കാര്യങ്ങൾ ഉൾപ്പെടും. വറബ്ബക ഫകബ്ബിർ. അടുത്ത ആയത്ത് എന്താണ്? വസിയാബക ഫതഹിർ, നിന്റെ വസ്ത്രത്തെ നീ ശുദ്ധീകരിക്കുക. ഷെയ്ഖ് ഇതിനിവിടെ തഫ്സീർ കൊടുത്തത് ത്വഹിർ അഅ്മാലക അനി ശിർക്ക്, ശിർക്കിൽ നിന്ന് നിന്റെ പ്രവർത്തനങ്ങൾ നീ ശുദ്ധീകരിക്കുക. ഇവിടെ സിയാബ് എന്ന് പറഞ്ഞാൽ അതിന് മുഫസ്സിറുകൾ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ നൽകിയതായി കാണാം. സിയാബ് സൗബ് എന്ന് പറഞ്ഞ സാധാരണ എന്താണ് എല്ലാവർക്കും അറിയുന്ന അറബി വാക്കാണ്, വസ്ത്രം എന്നാണ് അർത്ഥം. ഇവിടെ പറഞ്ഞ സിയാബിന് വസ്ത്രം എന്ന അർത്ഥം പറഞ്ഞവരുണ്ട് മുഫസ്സിറുകളുടെ കൂട്ടത്തിൽ. പ്രവർത്തനങ്ങൾ അഅ്മാലുകൾ എന്ന അർത്ഥം പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ നഫ്സ്, വസ്ത്രം ധരിക്കുന്ന നഫ്സ്, ശരീരം എന്ന് പറഞ്ഞവരുണ്ട്. ഈ 3 അർത്ഥവും ഇവിടുത്തെ ആശയത്തോട് യോജിക്കുമെന്നാണ് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞത്. വസ്ത്രത്തിൽ നിന്ന് നീ ശുദ്ധി വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വസ്ത്രത്തിൽ നജസോ വൃത്തികേടുകളോ ദുർഗന്ധമോ ഒന്നുമില്ലാതെ നീ ശുദ്ധിയുള്ളവനാകുക. ഇസ്ലാം ശുദ്ധിയെ പ്രോത്സാഹിപ്പിച്ച ദീനാണ്. അല്ല വുളു ചെയ്യുക, വലിയ അശുദ്ധിയിൽ നിന്ന് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തുക, അതുപോലെ തന്നെ വിസർജന മര്യാദകൾ പാലിക്കുക, ഭക്ഷണം കഴിക്കുമ്പോഴും കിടപ്പറയിലേക്ക് പ്രവേശിക്കുമ്പോഴും ഏത് രംഗത്തും ഇസ്ലാം വൃത്തിയുടെ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കും. ഇസ്ലാമിനോളം വൃത്തിയെ പ്രോത്സാഹിപ്പിച്ച ആന്തരികവും ബാഹ്യവുമായ വൃത്തിയെ ഒരുപോലെ പരിപോഷിപ്പിച്ച വേറൊരു ദീനുമില്ല. കാരണം ഇത് ഇസ്ലാം, അത് മാത്രമാണ് അള്ളാഹുവിന്റെ ദീൻ. അപ്പൊ വൃത്തി അത് വസ്ത്രത്തിലാകട്ടെ ശരീരത്തിലാകട്ടെ നിന്റെ പ്രവർത്തനങ്ങളിലാകട്ടെ ഒരേ സമയം നീ ആന്തരികവും ബാഹ്യവുമായി ശുദ്ധി വരുത്തണം. മസ്ജിദിലേക്ക് വരുമ്പോ ഉള്ളി പോലെയുള്ള ദുർഗന്ധം വമിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ തിന്നുവരരുതെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. എന്തുകൊണ്ടാണ്? അതിന്റെ ഗന്ധം ഉള്ളി എന്നുള്ള നമുക്ക് ഹറാമായ സംഗതിയല്ല, നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് ഹലാലാക്കിയ സംഗതിയാണ്. അത് കഴിച്ചിട്ട് അതിന്റെ ദുർഗന്ധം മാറ്റാതെ ഒരാൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് മനുഷ്യന്മാർക്ക് ഉപദ്രവം ഉണ്ടാക്കും, മസ്ജിദിൽ സന്നിഹിതരാകുന്ന മലക്കുകളെയും ഉപദ്രവിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. ഈ ഉള്ളിയേക്കാൾ ദുർഗന്ധമുള്ള സാധനം പുകച്ചിട്ടാണ് പല ആളുകൾ എന്ത് ചെയ്യുക, പള്ളിയിലേക്ക് വരിക, പുക വലിച്ച് സ്മോക്ക് ചെയ്ത് പാന് ചവച്ച്. ഉള്ളി മാത്രമല്ല, നമ്മുടെ വായയിൽ ദുർഗന്ധമുണ്ടെങ്കിൽ പല്ല് വെച്ചാൽ നമ്മൾ വരരുത് മസ്ജിദിലേക്ക്. കുളിച്ചിട്ട് വൃത്തിയാവാതെ ശരീരത്തിൽ വയർപ്പ് ഗന്ധമുണ്ടെങ്കിൽ ദുർഗന്ധമുണ്ടെങ്കിൽ ക്ലീനാക്കാതെ നല്ല ഗന്ധം പേറിയിട്ടല്ലാതെ മസ്ജിദിൽ വരരുത്, അള്ളാന്റെ മുമ്പിൽ വരരുത്. ഏറ്റവും ശുദ്ധമായ വൃത്തിയുള്ള സുഗന്ധമുള്ള വസ്ത്രവും വേഷവും രൂപവുമായി മസ്ജിദിൽ അള്ളാഹുവിന്റെ അടുത്തേക്ക് അവന് വേണ്ടി നിസ്കരിക്കാൻ അവന്റെ അടിമകൾക്കിടയിലേക്ക് വരണം. ഇസ്ലാം പഠിപ്പിക്കുന്ന വൃത്തിയുടെ പാഠമാണിത്. വുളുവിന്റെ അത്ഭുതം തന്നെ നിങ്ങൾ എടുത്തു നോക്കൂ. അപ്പോൾ ഇസ്ലാം ശുദ്ധിയെ പ്രോത്സാഹിപ്പിക്കുന്നു. പുറമേക്ക് മാത്രം ശുദ്ധി ഉണ്ടായാൽ മതിയോ? അല്ല, ആന്തരികമായ ശുദ്ധിയുമാണ്. അതാണ് ശൈഖ് ഇവിടെ കൊടുത്ത തഫ്സീർ. ത്വഹിർ അഅ്മാലക അനി ശിർക്ക്. നബിയെ, താങ്കളുടെ വസ്ത്രം പുറമേക്ക് ശുദ്ധി വരുത്തുന്നതോടൊപ്പം ഉള്ളിൽ താങ്കളുടെ വിശ്വാസവും പ്രവർത്തനങ്ങളും ശിർക്കിൽ നിന്നുണ്ടാകണം, ശുദ്ധിയുള്ളതാകണം. ശിർക്കിന്റെയും കുഫറിന്റെയും മാലിന്യങ്ങളിൽ നിന്ന് താങ്കളുടെ വസ്ത്രത്തെയും ശരീരത്തെയും ഉള്ളകങ്ങളെയും ശുദ്ധി വരുത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു പാഠം സ്വഹീഹുൽ ബുഖാരി നമുക്ക് വായിക്കും. ഇത് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം മഹാനായ അൽ ഖലീഫത്തു സാനി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മരിക്കാൻ കാരണമായ കുത്തേറ്റ് കിടക്കുന്ന സമയത്ത്, അദ്ദേഹത്തിന് മരിക്കാൻ കാരണമായ കുത്തേറ്റ് കിടക്കുന്ന സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കാൻ വന്നൊരു യുവാവ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മരണം ഉറപ്പിച്ച്
കൂടെയുള്ള അന്ന് ബാക്കിയുണ്ടായിരുന്ന സ്വഹാബികളും അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ മകൻ പ്രിയ പുത്രൻ അബ്ദുല്ലാഹ് ബിൻ ഉമറും എല്ലാം അടുത്തേക്കുന്നുണ്ട്. അപ്പോൾ ഒരു യുവാവ് അദ്ദേഹത്തെ വന്ന് ആശ്വസിപ്പിക്കുകയാണ്, താങ്കൾ സമാധാനിക്കുക, താങ്കൾ ഈ മുസ്ലിം ഉമ്മത്തിന്റെ നായകത്വം വഹിച്ചവനാണ്, താങ്കൾ നന്മയ്ക്കു വേണ്ടി ശബ്ദിച്ചവനാണ്, താങ്കൾ നീതിയുക്തമായി ഭരിച്ചവനാണ്. അദ്ദേഹത്തിന്റെ നന്മകൾ ഏറ്റുപറഞ്ഞ് താങ്കൾക്ക് ഇനി സമാധാനത്തിൽ ഷഹാദത്ത് വരിക്കാം. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ അധികരിച്ചു മഹത്വപ്പെടുത്താൻ അദ്ദേഹം അനുവദിച്ചില്ല. ഈ യുവാവ് അദ്ദേഹത്തെ അങ്ങനെ ആശ്വസിപ്പിച്ച് തിരിഞ്ഞു നടക്കുകയാണ്. അങ്ങനെ തിരിഞ്ഞു നടക്കുമ്പോൾ വേദനയേറ്റ് ആ ഹദീസുകളിൽ കാണാം, ഈ സംഭവം വിശദീകരിക്കുന്ന ഹദീസിൽ കാണാം, കുത്തേറ്റ് കിടക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഈത്തപ്പഴം ഉണ്ടല്ലോ, ഈത്തപ്പഴം അത് പിഴിഞ്ഞുണ്ടാക്കിയ ഒരു ചാറ് അദ്ദേഹത്തിന് കുടിക്കാൻ കൊടുത്തു. കുടിച്ചത് അതുപോലെ ഉള്ളിന്ന് പുറത്തേക്ക് വന്നു. പിന്നീട് അദ്ദേഹത്തിന് പാല് കൊടുത്തു. ആ പാലും അദ്ദേഹത്തിന്റെ മുറിവേറ്റ ആ ദ്വാരത്തിലൂടെ പുറത്തേക്ക് വന്നു. ഇങ്ങനെ വേദന കൊണ്ട് മരണശൈലിയിൽ പൊളയുന്ന സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെ ആശ്വസിപ്പിച്ച് തിരിച്ചു പോകുന്ന ആ യുവാവിനെ കാണാണ്. എങ്ങനെ കാണുന്നറിയോ? ഈ യുവാവിന്റെ നെരിയാണിക്ക് താഴെ വസ്ത്രം വീണിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ ഭൂമിയിൽ വലിച്ചെടുത്തുകൊണ്ടാണ് അദ്ദേഹം മടങ്ങുന്നത്. ആ യുവാവ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവനെ തിരിച്ചു വിളിച്ചു. കൂടെയുള്ള തന്റെ അനുചരന്മാരോട്, തന്റെ മകനടക്കമുള്ള ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ അവരുണ്ട്, ത്വലബ അൻ യഊദ ഇലൈഹി, അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. തിരിച്ചു വന്നപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവനെ വിളിച്ചു പറഞ്ഞു, ആ യുവാവിനെ വിളിച്ചു പറഞ്ഞു, യബ്ന അഖി, എന്റെ സഹോദരപുത്ര, ഇർഫഅ സൗബക്, നീ നിന്റെ വസ്ത്രം പൊക്കി കൊടുക്കണം. ഫഇന്നഹു അത്ഖാ ലിറബ്ബിക്, നിന്റെ റബ്ബിനെ സൂക്ഷ്മത പാലിക്കുന്ന ഏറ്റവും മനോഹരമായ തഖ്വയുടെ പാഠമാണത്. വഅൻഖാ ലിതൗബിക്, നിന്റെ വസ്ത്രം ശുദ്ധമാകുന്ന, നീ വസ്ത്രം ധരിക്കുമ്പോൾ നീ പാലിക്കേണ്ടുന്ന ശുദ്ധിയുടെ പാഠമാണത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു മരിക്കുന്ന വേളയിൽ പറയാൻ, ഇത് കണ്ടാൽ നെരിയാണിക്ക് താഴെ വീണുപോകുന്ന വസ്ത്രം നരകത്തിലാണ് എന്ന ഹദീസ് ഓതിയിട്ട് അതിനെ പരിഹസിക്കുന്ന ഇസ്ലാമിസ്റ്റുകളുണ്ട് ഇവിടെ. ഇസ്ലാമിന്റെ വാല് തൂക്കി നടക്കുന്നവരുണ്ട് അവിടെ. അഹങ്കാരമില്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചു ചോദിച്ചോ, നീ അഹങ്കാരത്തോടു കൂടിയാണോ ഇട്ടിരിക്കുന്നത്? നിന്റെ വസ്ത്രം താഴെ പോയത് അഹങ്കാരത്തുകൊണ്ടാണോ, അതല്ല വിനയാന്വിതനായി അറിയാതെ താഴ്ന്നു പോയതാണോ? ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചോ? ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണശയ്യയിൽ വരെ അത് തിരുത്തി. ഇസ്ലാമിന്റെ പുരുഷന്റെ വസ്ത്രധാരണ മര്യാദയുടെ വൃത്തിയുടെ മഹത്തായ പാഠമാണത്. അത്ഖാ ലിറബ്ബിക് വഅൻഖാ ലിതൗബിക്, നിന്റെ വസ്ത്രം അത് കറപുരളാതെ, നജസുപുരളാതെ, അഴുക്കുപുരളാതെ മാന്യമായി വൃത്തിയോടുകൂടി ധരിക്കാവുന്ന പ്രത്യക്ഷമായ വസ്ത്രത്തിന്റെ പ്രകടമായ ശുദ്ധിയുടെ പാഠമാണത്. ഒപ്പം നിന്റെ റസൂൽ അള്ളാഹു വഹിയിലൂടെ അറിയിച്ചത് പ്രകാരം നെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം നരകത്തിലാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചുവെങ്കിൽ അവനെ സൂക്ഷിക്കുന്ന, ഹറാം അകറ്റി നിർത്തുന്ന തഖ്വയുടെ പാഠമാണത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഈ രംഗത്ത് ഈ ഒരു പാഠം ഉൾക്കൊള്ളുന്ന വിഷയത്തിൽ വരെ മുസ്ലിം ഉമ്മത്ത് എവിടെയാണ് സഹോദരങ്ങളെ? ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകന്മാർ എവിടെയാണ്? മുസ്ലിം ഉമ്മത്തിന് വേണ്ടി ഒരു പ്രശ്നമുണ്ടാകുമ്പോഴത്തേക്ക് സമൂഹത്തിലിറങ്ങി ഘോരഘോരമായി ശബ്ദിക്കുന്ന, ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന എത്ര ആളുകളുണ്ട് ഇവിടെ? മിമ്പറിന് കയറി പ്രസംഗിക്കുന്ന മൊല്ലമാർ, മൗലവിമാർ എത്ര പേരുണ്ട് ഇവിടെ? ഈ മര്യാദ ഇസ്ലാമിന്റെ ശുദ്ധിയുടെ, വൃത്തിയുടെ, തഖ്വയുടെ, വസ്ത്രധാരണത്തിന്റെ പാഠം മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതുകൊണ്ട് സഹോദരങ്ങളെ, വസിയാബക ഫതഹിർ എന്ന ആയത്തിന്റെ വെളിച്ചത്തിലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, നിന്റെ വസ്ത്രം നീ ശുദ്ധീകരിക്കണമെന്ന പാഠത്തിൽ നെരിയാണിക്ക് താഴെ പുരുഷ നിന്റെ വസ്ത്രം താഴ്ന്നു പോകരുത്. അത് ശുദ്ധിയുടെ പാഠമാണ്. അതിനപ്പുറത്ത് അത് തഖ്വയുടെ പാഠമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ ദീൻ കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് പ്രവർത്തിച്ച് അതിലായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.